അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി ഡോക്ടർ ഫവാസ്. അദ്ദേഹം സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലെ ഡെപ്യൂട്ടി മെഡിക്കൽ ഡയറക്ടറാണ്. അവിടുത്തെ എമർജൻസി വിഭാഗത്തിന്റെ തലവനാണ്. എത്തിക്കൽ മെഡിക്കൽ ഫോറം സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. എമർജൻസിയിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹവുമായിട്ട് നമുക്ക് ഫസ്റ്റ് എയ്ഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഫോർമൽ എന്നാൽ ഇൻഫോർമൽ ഡിസ്കഷനാണ്. ഫസ്റ്റ് എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ധാരണകൾ പൊതുസമൂഹത്തിലുള്ളത് തിരുത്തപ്പെടുക, അല്ലെങ്കിൽ അവയർനെസ് വേണ്ട ഏരിയയിൽ അവയർനെസ് ഉണ്ടാക്കുക എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഇവിടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ എല്ലാവരും കേൾക്കാറുണ്ട്. എന്താണ് ഡോക്ടർ എമർജൻസി എന്ന് പറയുമ്പോൾ? അതിൽ സ്പെഷ്യലൈസ് ചെയ്ത വ്യക്തി എന്നുള്ളവർക്കും എമർജൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. എമർജൻസി മെഡിസിൻ എന്ന് പറഞ്ഞാല് സാധാരണഗതിയിൽ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വളരെ എമർജൻസി ആയിട്ടുള്ള ഒരാൾക്ക് ഒരു രാത്രി 2 മണിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 1-2 മണിക്കൂർ മാറ്റിവെക്കാൻ പോലും കഴിയാത്തത്ര അയാളെ ഡിസ്ട്രസ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിംറ്റം, എന്തോ ഒരു കാര്യം. ഒരുപക്ഷെ അത് അയാൾക്ക് ഉറക്കം വരാത്തതാവാം, അല്ലെങ്കിൽ അയാൾക്ക് പനിയാവാം, അല്ലെങ്കിൽ നെഞ്ചുവേദനയാവാം, ആക്സിഡന്റ്, ട്രോമ, എന്തായാലും ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് ആളുകളെ എത്തിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആണ് എമർജൻസി മെഡിസിൻ എന്ന് പറയുന്നത്. അത് നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റിനെ അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റിനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വണ്ടിയൊക്കെ ഏർപ്പാടാക്കി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എത്താൻ പറ്റും. പക്ഷെ ഇത് വേറെ എങ്ങോട്ടോ പോകാനിരിക്കുന്ന സമയത്താണ് നമുക്ക് നെഞ്ചുവേദന അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ ഡെവലപ്പ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് അവർ എമർജൻസിയിലേക്ക് എത്തിക്കപ്പെടുന്നത്. ആരും ആഗ്രഹിച്ചിട്ടല്ല എമർജൻസി മെഡിസിൻ വിഭാഗത്തിലേക്ക് എത്തുന്നത്. അങ്ങനെയുള്ള പേഷ്യൻസിനെ തരംതിരിച്ച് ട്രീറ്റ് ചെയ്യപ്പെടുന്ന, അവരെ അവരുടെ സിവിയറിറ്റി അനുസരിച്ച് അവരുടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ട് അവരെ തരംതിരിച്ച് ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലത്തിന്റെ പേരാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ എമർജൻസി റൂം എന്ന് പറയുന്നത്. അവിടെ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാരും സ്പെഷ്യലൈസ് ചെയ്ത നഴ്സസും സ്പെഷ്യലൈസ് ചെയ്ത പാരാമെഡിക്സും ഇൻവോൾവ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് എമർജൻസി മെഡിസിൻ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഒരു ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സ്ഥലവും അത് തന്നെ ആയിരിക്കാം. കാഷ്വാലിറ്റി അതിന്റെ ഭാഗമായിട്ടല്ലേ വരുന്നത്? അത് കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, അത് രണ്ടും വ്യത്യസ്തമായ 2 കാര്യങ്ങളാണ്. അതായത് വികസിത രാജ്യങ്ങളിൽ എമർജൻസി മെഡിസിൻ വളരെ കാലങ്ങളായിട്ട് ഉള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഇന്ത്യയിൽ 2014 മാത്രമാണ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്. 2009 കോഴ്സ് ഉണ്ട് അംഗീകരിക്കുകയും 2014 മാത്രമാണ് ഇങ്ങനെ ഒരു അംഗീകൃതമായിട്ടുള്ള ഒരു എമർജൻസി മെഡിസിൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യാലിറ്റി കൊണ്ടുവരികയും അതിന്റെ കോഴ്സുകൾ ആരംഭിക്കുകയും ചെയ്തു. അതിന് ആദ്യ ബാച്ചിൽ തന്നെ DMB എന്ന് പറയുന്ന കോഴ്സ് എടുക്കുകയും അങ്ങനെ അതിന് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഇതിന്റെ വളരെ എന്താ പറയാ, പ്രൈമോഡിയൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇത് ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു രൂപമാണ് കാഷ്വാലിറ്റി. ആ കാഷ്വാലിറ്റി എന്നുള്ള വാക്ക് തന്നെ അർത്ഥമാക്കുന്നത് കെയോസ് എന്നാണ്. അതിൽ നിന്നാണ് ആ കാഷ്വാലിറ്റി ഉണ്ടായത് തന്നെ. ഒരു സിസ്റ്റം ഇല്ലാതെ വളരെ അൺട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റമോ പ്രോട്ടോകോളോ ഇല്ലാത്ത ആളുകൾ. ഒരു കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ദുരന്തം എന്നാണ് അതിന്റെ അർത്ഥം. എന്നത് മാറി വളരെ വ്യവസ്ഥാപിതമായിട്ട് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ് എമർജൻസി. കുറെ വ്യത്യാസങ്ങൾ കാഷ്വാലിറ്റിയും എമർജൻസിയും തമ്മിൽ നമുക്ക് പറയാൻ പറ്റും. വളരെ റൂഡായിട്ടുള്ള, വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ആളുകളെ രക്ഷിച്ചെടുക്കുന്ന ഒരു സംവിധാനമാണ്. നല്ലൊരു ശതമാനം ആളുകൾ പ്രോപ്പറായിട്ടുള്ള എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഇല്ലാത്തത് കൊണ്ട് ഇന്ത്യയുടെ മുക്കുമൂലകളിൽ ആളുകൾ മരണപ്പെടുന്നുണ്ട്. അത് കൃത്യമായിട്ട് ട്രെയിനിങ് കിട്ടിയ, അതിന്റെ എമർജൻസിയിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളുകളുള്ള ഡോക്ടേഴ്സും നഴ്സസും പാരാമെഡിക്സും ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗത്തിലാണ് ഇത്തരം പേഷ്യൻസ് എത്തുന്നതെങ്കിൽ നല്ലൊരു ശതമാനം പേഷ്യൻസിനെ നമുക്ക് മരണത്തിൽ നിന്ന് രക്ഷിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള പഠനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ഒരു കോഴ്സ്, ഈ ഒരു സംവിധാനം ഇന്ത്യ പോലെയുള്ള വികസന രാജ്യങ്ങൾ അത് ഏറ്റെടുക്കുകയും അങ്ങനെ അതിൽ ട്രെയിനിങ്ങും പബ്ലിക് അവയർനെസ് പ്രോഗ്രാമുകളും വ്യത്യസ്തങ്ങളായ പബ്ലിക് ആക്ടിവിറ്റീസ് ഒക്കെ കൊണ്ടുവരികയും അങ്ങനെ എമർജൻസിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ചെയ്യുകയും ചെയ്തു.
ഡോക്ടർ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്ന എന്നൊരു കാര്യം പറഞ്ഞു. ഇവിടെ പലപ്പോഴും ഈ അപകടങ്ങൾ പറ്റുന്ന ആളുകൾ പലപ്പോഴും റോഡിലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷനിൽ ചിലപ്പോൾ ബിൽഡിങ്ങിന്റെ മേലെ നിന്ന് താഴോട്ട് വീണിട്ടാവാം. അവിടെ ഒരുപക്ഷെ ഡോക്ടറോ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടാവില്ല, സാധാരണക്കാരായിരിക്കും മിക്കവാറും ഉണ്ടാവുക. അപ്പൊ റോഡ് അപകടങ്ങളുടെ കാര്യങ്ങൾ തന്നെ എടുത്താൽ കഴിഞ്ഞ 2012 സ്റ്റഡി റിപ്പോർട്ടിലാണ് തോന്നുന്നു, കേരളത്തിൽ ഏകദേശം 4000 പേര് പെർ ഇയറിൽ മരണപ്പെടുന്നു എന്നാണ്. മരണപ്പെടുന്ന കണക്ക് അത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ച കണക്കാണ് 4000 പറയുന്നത്. ഏകദേശം 44,000 ആളുകൾക്ക് അത് ഒഫീഷ്യലി രജിസ്റ്റേർഡ് ആയിട്ടുള്ള പോലീസ് റെക്കോർഡിലുള്ളതാണ് അവർ പറയുന്നത്. അതിനപ്പുറം ഒരുപാട് സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത്തരം ആക്സിഡന്റുകൾ സംഭവിക്കുമ്പോൾ പലപ്പോഴും പൊതുസമൂഹത്തിൽ നാട്ടുകാർ ഒരുപാട് പേര് ഓടിക്കൂടും, ചിലർ അവരുടെ വീഡിയോ ചെയ്യും, സ്വാഭാവികമാണ്. പക്ഷെ പലരും ഈ രോഗിയെ എടുക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടും. രോഗിയെ അവിടുന്ന് പെട്ടെന്ന് ഡോക്ടറുടെ അടുത്തേക്ക് എത്തിക്കുക, ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളത് പലരും ഇനി ആരെങ്കിലും തയ്യാറായാൽ തന്നെ ചില ആളുകൾ തടയും, അത് പോലീസ് കേസാവും, കാരണം ഒന്നാം സാക്ഷി എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ധാരണ നാട്ടിലുണ്ട്. അതിനെപ്പറ്റി എന്താണ് യഥാർത്ഥത്തിൽ എന്താണ് അതിന്റെ ഒരു നിയമപരമായ ഒരു വിശദീകരണം എന്താണ്? ഇതിനു മുമ്പ് നേരത്തെ നിങ്ങൾ പറഞ്ഞ കണക്കുണ്ടല്ലോ, ഈ 4100 ആളുകൾ എന്ന് പറയുന്നത് വളരെ അത് ആ കണക്ക് നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണെങ്കിൽ പോലും ഒരു കണക്ക് ഞാൻ വായിച്ചത് 6000 ആളുകൾ കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷം മരണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയിൽ അത് ഒരു വർഷം 1.5 ലക്ഷം ആളുകൾ റോഡിൽ മരണപ്പെടുന്നു. അത് വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു കണക്കാണ്, നമ്മളെ ഞെട്ടിപ്പിക്കേണ്ടുന്ന ഒരു കണക്കാണ്. ഇങ്ങനെ മരണപ്പെടുന്നത് 80, 90, 100 വയസ്സുള്ള ക്യാൻസർ രോഗികളായിട്ടുള്ള, അല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന് അങ്ങനെ വ്യത്യസ്ത അസുഖങ്ങളുള്ള ആളുകളല്ല, വളരെ എനർജറ്റിക് ആയിട്ടുള്ള, നല്ല ബുദ്ധിയുള്ള, ഒരു അസുഖവും ഇല്ലാത്ത 17 വയസ്സിനും 44 വയസ്സിനും ഇടയിൽ മാത്രം പ്രായമുള്ള യുവാക്കളായിട്ടുള്ള ആളുകളാണ് ഇങ്ങനെ ട്രോമ മൂലം മരണപ്പെടുന്നത്. തന്നെ ഈ ട്രോമ 2 തരത്തിലാണ്. ഒന്ന് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ fall from ഹൈറ്റിൽ നിന്ന് വീഴുന്നത്. രണ്ടാമതൊരു തരം ട്രോമ എന്ന് പറയുന്നത് റോഡുകളിലുള്ള ആക്സിഡന്റ് മൂലം ഉണ്ടാകുന്ന മരണങ്ങൾ. ഇത്തരത്തിലുള്ള മരണപ്പെടുന്ന യുവാക്കളുടെ ബന്ധുക്കളോട് മരണവാർത്ത പറയാൻ വിധിക്കപ്പെട്ട ദൗർഭാഗ്യവാന്മാരായ ഡോക്ടർമാരാണ് എമർജൻസി ഡോക്ടർമാര് എന്ന് നമ്മള് ദിനേനോളം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ആ ഒരു പ്രയാസമോ മരണവാർത്ത പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസം. നിങ്ങൾ ചോദിച്ച കാര്യം, ആളുകൾക്ക് ഇപ്പൊ കുറച്ചുകൂടെ ഒരു അവയർനെസ് വന്നിട്ടുണ്ട്. കാരണം ഒരു ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ അവരെ കൃത്യമായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടത് പോലെ എത്തിക്കുകയാണെങ്കിൽ, പല രീതിയിലും ഹോസ്പിറ്റലിലേക്ക് ആളുകള് എത്തിക്കുന്നത് വളരെ ശാസ്ത്രീയമായിട്ടും കൂടുതൽ ഡാമേജ് ഉണ്ടാകുന്ന രീതിയിലൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ കൃത്യമായിട്ട് എങ്ങനെയാണോ എത്തിക്കേണ്ടത്, ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പുള്ള ആ ഒരു ട്രീറ്റ്മെന്റിനെ പറയുന്ന പേരാണ് പ്രീ ഹോസ്പിറ്റൽ കെയർ. വളരെ പ്രാധാന്യമുള്ള ഒരു എമർജൻസി മെഡിസിന്റെ തന്നെ ഒരു സബ് സ്പെഷ്യാലിറ്റി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് പ്രീ ഹോസ്പിറ്റൽ കെയർ. ഒരു ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നത് കൃത്യമായിട്ട് ആളുകളെ ബോധ്യപ്പെടുത്തുകയും അങ്ങനെ ശരിയായ രീതിയിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും, അപകടം മാത്രമല്ല എന്തുണ്ടെങ്കിലും ഒരു സ്ട്രോക്ക്, ഒരു ചെസ്റ്റ് പെയിൻ, എന്തൊക്കെ ചെയ്യാം, ഒരു പാമ്പ് കടി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യരുത് എന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് പ്രീ ഹോസ്പിറ്റൽ കെയർ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഈ ട്രോമയിൽ ഒരു ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ആളുകൾ കൂടുക, ഫോട്ടോ എടുക്കുക, എന്നൊക്കെ നമ്മള് പലപ്പോഴും പത്രത്തിലൊക്കെ വായിക്കാറുണ്ട്. ഇങ്ങനെ രക്തം വാർന്നിട്ട് ആളുകൾ റോഡിൽ മരണപ്പെട്ട വാർത്തകൾ. ചിലപ്പോൾ ഡോക്ടർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഒരു 5 മിനിറ്റ് മുമ്പ് നിങ്ങൾ രോഗിയെ എത്തിച്ചിരുന്നെങ്കിൽ എന്ന് പറയാറുണ്ട്. അതെ, അത് ഈ ട്രൈമോഡൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ആ രോഗിയെ അപകടത്തിൽ പെടുന്ന ആളുകൾക്കുള്ള മരണങ്ങൾ 3 തരത്തിലാണ്. ഒന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മരണങ്ങളാണ്, അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതായത് അത് തലച്ചോറ് പുറത്തു വന്നിട്ട്, അല്ലെങ്കിൽ ഹാർട്ട് പൊട്ടിക്ക് പ്രധാനപ്പെട്ട രക്തക്കുഴലുകൾ പൊട്ടിച്ചെതറിയിട്ട് ഉള്ള മരണങ്ങൾ, അതിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആകെ ചെയ്യാൻ പറ്റുന്നത് പ്രൈമോഡിയൽ ആയിട്ടുള്ള പ്രിവെൻഷൻ, അതായത് റോഡുകൾ നന്നാക്കുക, റോഡ് കൾച്ചർ, ഡ്രൈവിംഗ്, സേഫ്റ്റി ഡ്രൈവിംഗ് പോലെയുള്ള കാര്യങ്ങൾ, അതിൽ അങ്ങനത്തെ പ്രിവെന്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ സെഷൻ എന്ന് പറയുന്നത് അതാണ് നിങ്ങൾ പറഞ്ഞ ഈ ഗോൾഡൻ അവർ എന്ന് പറയുന്ന ഒരു സമയം. ആ സമയത്തുള്ള മരണങ്ങൾ നമുക്ക് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ്, കൃത്യമായിട്ടുള്ള സമയത്ത്, കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആളുകളെ കൃത്യമായ രീതി എന്ന് പറയുമ്പോൾ, ട്രോമാ കെയറിന്റെ കോഴിക്കോട് നടന്ന ഒരു ക്ലാസ്സിൽ, ഞാൻ അറ്റൻഡ് ഒരു ക്ലാസ്സിൽ അവിടുത്തെ MVD വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ട്രെയിനർ പറഞ്ഞൊരു കാര്യം, അദ്ദേഹം ഒരു ഡോക്ടറുടെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ഒരു ഡോക്ടർ ഇതുപോലെ ആക്സിഡന്റ് ആയി,
റോഡിൽ കടന്നു. ഡോക്ടർ എനിക്കൊന്ന് ഫിസിയോ തെറാപ്പിസ്റ്റ് എന്തോ ആണ്. അദ്ദേഹം എടുക്കുന്ന ആളുകളോട് വിളിച്ചു പറയുന്നുണ്ട് എന്നെ എടുക്കല്ലേ, സ്പൈനലിന് പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഇപ്പൊ 16 വർഷമായിട്ട് കിടപ്പിലാണ്. അദ്ദേഹം ഡോക്ടറാണ്. അദ്ദേഹത്തെ ഒരു ഓട്ടോറിക്ഷയിൽ കുത്തി തിരികെ കയറ്റി എന്ന് പറഞ്ഞു ആ അവസ്ഥയിൽ. യെസ്, അത് വളരെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഒരു വാർത്ത. അത് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരുപക്ഷെ ആളെ രക്ഷിച്ചെടുക്കാം എന്നുള്ള ധാരണയിലായിരിക്കാം. ഒരു കടുവയുടെ കഥ പറയാറുണ്ട്. ഒരു കടുവ കുട്ടിനെ ഇങ്ങനെ കടിച്ചു വലിച്ചു കൊണ്ടുപോകണം. പക്ഷെ ആ കടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന കടുവയുടെ അവകാശവാദം ആ കുട്ടിയെ രക്ഷിച്ചെടുക്കുകയാണ്, വേറെ എന്തോ കാര്യത്തിൽ രക്ഷിക്കുകയാണെന്നാണ് പറയുന്നത്. പക്ഷെ ആ കടിക്കുന്ന സമയത്ത് കുട്ടികളിൽ ആഴത്തിലുള്ള ആ മുറിവുണ്ടാവുകയും അങ്ങനെ അത് കൂടുതൽ ഡാമേജിങ് ആവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യം, ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ ധൈര്യപ്പെടുന്നില്ല ഹോസ്പിറ്റലിലേക്ക്. ഈവൻ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് അറിയുന്ന ആളുകൾ പോലും ധൈര്യപ്പെടുന്നില്ല. കാരണം നിയമത്തിന്റെ നൂലാമാലകൾ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ ഫോം ഉണ്ട്, ബ്രോഡ് ബൈ എന്ന് പറയുന്നത്. ആരാണ് കൊണ്ടുപോകുന്നത്, അവരുടെ അഡ്രസ്സ്, ഫോൺ നമ്പറൊക്കെ സാധാരണ എഴുതി വാങ്ങിക്കാറുണ്ട്. പക്ഷെ അത് എഴുതി വാങ്ങിച്ചാൽ അതിന്റെ പുറകിൽ കോടതിയിൽ ഹാജരാകേണ്ട ഇതിനൊക്കെയുള്ള തെറ്റിദ്ധാരണ മൂലമാണ് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ടുള്ള സർക്കുലർ എല്ലാ പോലീസ് സ്റ്റേഷനിലും കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കൊണ്ടുവരുന്ന ആളുകളെ അപ്രീഷിയേറ്റ് ചെയ്യാണ് വേണ്ടത്. അവർ കൊണ്ടുവന്നത് നന്നായി എന്ന് പറയും. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസിനെ കൊണ്ടുവരുന്ന ആളുകളെ നമ്മൾ ആസ് എ ഡോക്ടർ എന്നുള്ള രീതിയിൽ അവരോട് നമ്മൾ താങ്ക് യു പറയും. നിങ്ങൾ കൊണ്ടുവന്ന വളരെ നന്നായി, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ അവരോട് താങ്ക്സ് പറഞ്ഞിട്ട് നമ്മൾ അവരെ വിടുക ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങളോ അടുത്തുള്ള രോഗികളെ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനൊക്കെ അറിയിക്കുന്നത് ഹോസ്പിറ്റലിലെ സ്റ്റാഫ് തന്നെയായിരിക്കും അവരറിയിക്കുന്നത്. അവർക്ക് ഇവരെ കൊണ്ടെത്തിച്ചു കഴിഞ്ഞാൽ അവരെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടുകൾ ഇപ്പൊ ഹോസ്പിറ്റൽസ് ആരും എടുക്കുന്നില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ഈ സ്വിമ്മിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ കേരളത്തിൽ വെള്ളപ്പൊക്കം വരുന്നു. ഇവിടെ തന്നെ ഞാൻ യു എയിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പൊ യു എയിൽ ഇപ്പൊ ഫുജൈറ ഈ ഏരിയയിലൊക്കെ വെള്ളം വന്നു. പലപ്പോഴും നീന്തൽ അറിയാത്ത ഒരു പ്രശ്നമുണ്ട്. എന്റെ ഒരു അനുഭവം കൂടെ ഞാൻ ഷെയർ ചെയ്യാം. തൃശ്ശൂർ ജില്ലയിൽ ഒരിക്കലും ഇതുപോലെ ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു കുട്ടിയുടെ അനിയനെ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. ആ ന്യൂസ് കേട്ടാണ് നമ്മൾ പിറ്റേന്ന് അറിയുന്നത്. അങ്ങനെ വീട്ടിൽ ചെന്ന് വല്ലാത്തൊരു സീന. ഈ ചെറിയ കുഞ്ഞുങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വല്ലാത്ത സങ്കടവും, അതും ചെറിയ പ്രായത്തിൽ 1, 2, 3 വയസ്സ്. അപ്പൊ ഈ 3 വയസ്സ് പ്രായമുള്ള ഈ കുട്ടി ഈ കുളത്തിലേക്ക് വീണപ്പോ 10 പേരെങ്ങാനും അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ചുറ്റുവട്ടത്ത്. അവിടെ ജോലി ചെയ്യുന്നവരോ പലരും ഈ തൊഴിലുറപ്പിന്റെ ആളുകളോ അവരൊക്കെ ഓടി വന്നിട്ടുണ്ട്. പക്ഷെ ഒരാൾക്ക് പോലും നീന്താൻ അറിയില്ല. 10 മിനിറ്റ് നേരെ ഇവരെല്ലാവരും നിന്നു. ദൂരേന്ന് ആരോ ഓടി വന്നിട്ടാണ് ഈ കുട്ടിയെ രക്ഷിക്കുന്നത്. 10 മിനിറ്റ് വെള്ളത്തിൽ അടിയിലേക്ക് പോയി കുട്ടി. എന്നിട്ട് പുറത്തെടുത്ത ശേഷം പിന്നെ എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. പലരും ഷോക്കിലായിരുന്നു എന്നാ പറഞ്ഞത്. പക്ഷെ കുട്ടി മരിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴത്തേക്ക് മരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എന്താണ് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ചെയ്യേണ്ടത്? ഇതും ഏറ്റവും പ്രധാനം ആളുകളെ സ്വിമ്മിങ് പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിന്റെ കോച്ചിങ് സെന്ററുകളും അതുപോലെ തന്നെ ആ നീന്തൽ പരിശീലനം നൽകുക എന്നുള്ളത് പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഒരു ഭാഗം നടക്കും. അതാണ് പ്രധാനം. രണ്ടാമത്തത് ഇത്തരം ആക്സിഡന്റുകളിൽ പെടാതിരിക്കാനുള്ള ശ്രദ്ധ. നീന്തം അറിയാത്തവർ ഇറങ്ങാതിരിക്കുക. നീന്തം അറിയുന്ന ആളുകൾ സേഫ്റ്റി പ്രിക്കോഷൻസോടുകൂടി കാര്യങ്ങൾ ഇറങ്ങുക. പ്രത്യേകിച്ച് മലവെള്ള പാച്ചിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അങ്ങോട്ട് അടുക്കാതിരിക്കുക തുടങ്ങിയുള്ള സേഫ്റ്റി ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഒരാൾക്ക് നീന്തം അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരാളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഒരാളെ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നത് അറിയാത്ത ആളെ ചാടിയിട്ട് രണ്ടുപേരും കൂടി ജീവൻ അപകടത്തിലാക്കുന്ന അവസ്ഥ ഉണ്ടാവാതിരിക്കുകയാണ് വേണ്ടത്. ഇനി ഒരാൾ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ ഡ്രൗണിംഗ് എന്നാണ് പറയാം. അത് പലതരത്തിലുണ്ട്. പാർഷ്യൽ ഡ്രൗണിംഗ് ഉണ്ട്, ഫുള്ള് കംപ്ലീറ്റ്ലി ഡ്രൗൺ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റുക. ഒന്നെങ്കിൽ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് കരയിലേക്ക് മാറ്റിയിട്ട് അവരെ പോയിട്ട് അവരെ അസസ് ചെയ്യാം. അവര് ബോധമുണ്ടോ, ആൾക്ക് ശ്വാസം എടുക്കുന്നുണ്ടോ, അതുപോലെ തന്നെ പൾസുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ അസസ് ചെയ്തതിനു ശേഷം ബോധമില്ല എന്നുണ്ടെങ്കിൽ ബേസിക് ലൈഫ് സപ്പോർട്ട്, നമ്മൾ സാധാരണ CPR, കാർഡിയോപൾമണറി റെസിസിറ്റേഷൻ എന്ന് പറയും. ശക്തമായിട്ട് നെഞ്ചിൽ അമർത്തിയിട്ടുള്ള ഒരു ചികിത്സ, ബേസിക് ലൈഫ് സപ്പോർട്ട് പോലെയുള്ള സംഗതികളാണ് ഇത് ചെയ്യുന്നത്. ആൾക്ക് ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളെ റിക്കവറി പൊസിഷനിലേക്ക് എടുക്കുകയും അല്ലെങ്കിൽ ഒരു ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനിലേക്ക് എടുക്കുകയും ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാണ് അതിൽ വേണ്ടത്. ഇതിൽ മരണം സംഭവിക്കില്ല എങ്ങനെയാണ്? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ ഷാർജയിൽ തന്നെ ഈ കഴിഞ്ഞ പെരുന്നാളിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിലാണ് 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു നീന്തൽ അറിയാം, അധികം ആഴമുള്ള സ്ഥലത്തൊന്നും അല്ല ഇറങ്ങിയത്. എന്നിട്ട് പോലും ഒരു വേവ്സിൽ ഒരു തിരമാലയിൽ പെട്ട്
ജസ്റ്റ് പെട്ടെന്ന് അയാളെ കാണാതാവുന്നു, മരണപ്പെടുന്നു. അപ്പം ഈ എങ്ങനെയാണ് ലെൻസിലേക്ക് വെള്ളം എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ മരണം എന്നതിലേക്ക് സ്റ്റേജിലേക്ക് പെട്ടെന്ന് എത്തുന്നത് എങ്ങനെയാണ്? ഓക്കെ, ഇതില് പിന്നെ അത് നേരത്തെ പറഞ്ഞല്ലോ, ഡ്രൗണിങ്, ഡ്രൈ ഡ്രൗണിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, വെറ്റ് ഡ്രൗണിങ് ഉണ്ട്. പിന്നെ ഡ്രൈ ഡ്രൗണിങ് എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി പോലും വെള്ളം ശ്വാസകോശത്തിലേക്കോ അല്ലെങ്കിൽ എത്തില്ല. അത് ആ ഒരു വെള്ളത്തിന്റെ ഡ്രൗണിങ് വരുന്ന സമയത്ത് സ്പാസം വന്നിട്ട് അവിടെ എയർവേ ബ്ലോക്ക് ആവുകയും അങ്ങനെ ഓക്സിജൻ കിട്ടാതെ വന്നിട്ട് കാർഡിയക് അറസ്റ്റ് സംഭവിക്കുകയാണ് മെജോറിറ്റി ആളുകൾക്ക് ഇങ്ങനെ കാണുന്നത്. രണ്ടാമത്തത് പിന്നെ ഈ ഭയങ്കര തണുപ്പിന്റെ ഒക്കെ പ്രശ്നം മൂലം ഹാർട്ട് നിന്ന് പോയി ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള മരണങ്ങൾ, ഹാർട്ട് അറ്റാക്ക് പോലെ സംഗതികൾ വന്നിട്ട് മരണപ്പെടാറുണ്ട്. പിന്നെ ഒരു വെറ്റ് ഡ്രൗണിങ് എന്ന് പറഞ്ഞാൽ ശ്വാസകോശത്തിലേക്ക് വെള്ളം എത്തുകയും അങ്ങനെ ശ്വാസം കിട്ടാതിരിക്കുകയും അങ്ങനെ അത് ഹാർട്ടിൽ നിന്ന് പോവുകയും ചെയ്യുന്നത്. ഇത്തരത്തിലാണ് സാധാരണഗതിയിൽ പിന്നെ ഡ്രൗണിങ് മൂലമുള്ള വെള്ളത്തിൽ മുങ്ങിയിട്ടുള്ള മരണങ്ങൾ ഉണ്ടാവാറുള്ളത്. അറ്റാക്ക് പറഞ്ഞപ്പോ അറ്റാക്കും ഒരു പ്രശ്നം തന്നെയാണല്ലോ. ഇപ്പൊ ചെറുപ്പക്കാരിലും വരുന്നുണ്ട്. ഗൾഫിലൊക്കെ ഒരുപാട് പ്രവാസമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഇവിടുന്നും അങ്ങനെ ചിലപ്പോൾ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് ജോലിക്കാർ ഒന്നിച്ച് താമസിക്കുന്ന അവസ്ഥയാണ്. പെട്ടെന്നാണ് നെഞ്ചുവേദന വരുന്നത്. അപ്പൊ ചിലപ്പോൾ വണ്ടി ഉണ്ടാവില്ല. അപ്പൊ പെട്ടെന്ന് കൊടുക്കേണ്ട എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഒരു അറ്റാക്ക് സ്വഭാവത്തിൽ നെഞ്ചുവേദനയൊക്കെ വരുന്ന സമയത്ത്? അത് പിന്നെ സാധാരണഗതിയില് പിന്നെ 2-3 കാര്യങ്ങളാണ് അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഈ ഹാർട്ട് അറ്റാക്കിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ള ഒരു അവബോധം ആളുകൾക്ക് ഉണ്ടാവണം. അത് കൃത്യമായിട്ടും ഒന്ന് ഡയബറ്റീസ് ആണ്, പ്രമേഹം. രണ്ടാമത്തത് ബ്ലഡ് പ്രഷർ, ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാക്കിയിട്ടുണ്ടാകുന്ന കൊളസ്ട്രോൾ, സ്മോക്കിങ്, ലാക്ക് ഓഫ് എക്സസൈസ്, ഓവർ സ്ട്രെസ്, അതുപോലെ തന്നെ പിന്നെ പ്രായമുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ പിന്നെ കുറെ കാര്യങ്ങളാണ് ഈ ഇതിന് പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടേഴ്സ്. അപ്പോൾ ആളുകള് കൃത്യമായിട്ട് ഇപ്പോ ഇങ്ങനെ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഒരു ഹാർട്ട് അറ്റാക്ക് വരാനുള്ള കാരണം ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് അത് അൺകൺട്രോൾഡ്. ഇപ്പൊ ഞാൻ ഇന്നത്തെ പത്രത്തിൽ 17 വയസ്സുള്ള കുട്ടിക്ക് മറ്റോ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നതായിട്ട് വായിച്ചു. അപ്പോ വാട്സാപ്പിലൊരു മെസ്സേജ് കണ്ടിട്ട് അപ്പൊ ഞാൻ പറയുന്നത് ഈ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക്, ബ്ലഡ് പ്രഷർ ഉള്ള ആളുകൾ അത് പിന്നെ ഗുളിക കഴിക്കാതെ അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കാതെ, ചോദിച്ചാൽ പറയാം കിഡ്നിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കിഡ്നി അടിച്ചു പോകും, മെഡിസിൻ കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകും വിചാരിച്ചാൽ നമുക്ക് തൊട്ടടുത്ത വീടിന്റെ അടുത്തുള്ള ഒരു ഡയാലിസിസ് സെന്ററിലേക്ക് പോവുക. 20, 25, 35, 40 വയസ്സുള്ള ആളുകളാണ് അവിടെ 40 വയസ്സുള്ള ആളുകളാണ് അവിടെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഈ പറഞ്ഞതുപോലെ ആ വരുന്നിടത്ത് വെച്ച് കാണാം ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ ഒക്കെ ആവേണ്ടി ഇപ്പൊ മെഡിസിൻസ് കഴിച്ച് കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല, കിഡ്നി ഒക്കെ അടിച്ചു പോകും. പക്ഷെ ഈ കിഡ്നിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ആ ഒരു ബോധ്യം ആളുകൾക്കില്ല. പലപ്പോഴും വാട്സപ്പിലൊക്കെ വരുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നാണ് പറയാം, അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വ്യാജമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ആളുകളെ ഈ ഒരു അർത്ഥത്തിലേക്ക് തള്ളിവിടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഹാർട്ട് അറ്റാക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. ഇതൊക്കെ കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു ആലോചിച്ച് നോക്കാം, ഒരു 80-90 വയസ്സുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രയാസമില്ലാത്ത ആളുകൾ നമ്മുടെ അങ്ങാടികളിലൂടെ നടക്കുന്നുണ്ട്. അവര് പക്ഷെ 40-35 വയസ്സുള്ളവർക്ക് ബ്ലഡ് പ്രഷറും ഷുഗറൊക്കെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ കൃത്യമായിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കാൻ പോകും, 2 ആഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കാൻ പോകും, മെഡിസിൻസ് കൃത്യമായിട്ട് കഴിക്കും, എക്സസൈസ് ചെയ്യും, ഫുഡിൽ ശ്രദ്ധിക്കും. ഇങ്ങനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ ഹെൽത്തി ആയിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റുന്നത്. അപ്പോ ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണങ്ങളാണ് ചോദിച്ചത്. ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണങ്ങൾ ചെസ്റ്റ് പെയിൻ, നെഞ്ചിലാണ് വേദന. നെഞ്ചിൽ വേദന പിന്നെ കയ്യിലേക്ക് വരാം, പിന്നെ ഈ കൈയിലേക്ക് വരാം, ഷോൾഡറിലേക്ക് വരാം, എന്തെങ്കിലും കുടുങ്ങി നിൽക്കുന്ന മാതിരിയുള്ള ഒരു ഫീലിംഗ് വരാം. പിന്നെ അതുപോലെ വൊമിറ്റ് ചെയ്യാം, വിയർക്കാം, ബോധത്തിൽ ക്ഷയം വരാം, തല കറങ്ങാം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഈ ലക്ഷണങ്ങളായിക്കൊണ്ട് ഈ ചെസ്റ്റ് പെയിൻ, ഹാർട്ട് അറ്റാക്ക് വരാം. ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ചെയ്യേണ്ട, അത് ഗ്യാസ് ആയിരിക്കും എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന ഡോക്ടർമാർ വരെ നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒരു MI എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ, MI ആവാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കി അതല്ല എന്ന് ഉറപ്പ് വരുത്തുക എന്നതാണ് ബുദ്ധി. ഇനി മറിച്ച് ഗ്യാസ് ആണെങ്കിൽ പോലും ഒരു ECG എടുത്തു കഴിഞ്ഞ് അല്ലെങ്കിൽ ഡോക്ടർ കൺസൾട്ടേഷൻ എടുത്തു കഴിഞ്ഞിട്ട് അതെല്ലാം ഉറപ്പ് വരുത്തുന്നതാണ് വേണ്ടത്. ചോദിക്കുന്നത്, ഈ അറ്റാക്ക് വരുന്നു, ഇപ്പൊ ഞാനിവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ എന്റെ അടുത്ത ഒരാൾ പെട്ടെന്ന് അറ്റാക്ക് സ്വഭാവത്തിൽ വീഴുകയോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ മുമ്പ് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഓക്കെ,
അത് രണ്ട് കാര്യങ്ങൾ. കാർഡിയാക് അറസ്റ്റ് ആണ് ഒന്ന്. ഹാർട്ട് നിന്ന് പോയിട്ട് ഹാർട്ട് ബ്ലോക്കായി ഹാർട്ട് നിന്ന് പോകുന്ന ഒരവസ്ഥ കാർഡിയാക് അറസ്റ്റ്. നമ്മൾ പെട്ടെന്ന് കുഴഞ്ഞു വീട് വലിച്ചു എന്ന് പറയുന്ന ഒരവസ്ഥ. ആ സമയത്ത് പ്രീ ഹോസ്പിറ്റൽ കെയർ ഞാൻ പറഞ്ഞത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഹോസ്പിറ്റലിന് മുന്നിലാണെങ്കിൽ പോലും ആ ഒരു മിനിറ്റിലാണ് നമ്മൾ അവരെ റെസ്പോണ്ട് ചെയ്യാൻ പിന്നെ ഇങ്ങനത്തെ ഇതിന് അവരെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു മിനിറ്റിലാണ് നമ്മൾ അവരുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 90% അയാളെ രക്ഷപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ മിനിറ്റിലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ 80%. ഓരോ മിനിറ്റിലും 10% അയാളെ രക്ഷപ്പെടുത്താനുള്ള സാധ്യത കുറഞ്ഞു വരും. ഇപ്പൊ ഒരു 10 മിനിറ്റിന് ശേഷമാണ് നമ്മൾക്ക് അയാളുടെ അടുത്തേക്ക് പോകുന്നതെങ്കിൽ ഒരു 5% അല്ലെങ്കിൽ 10% താഴെ മാത്രമേ അയാളെ രക്ഷപ്പെടുത്താനുള്ള സാധ്യതയുള്ളൂ. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ BLS ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയും. ആളുകളെ ശക്തമായിട്ട് വിളിക്കുക, റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ നോക്കുക. ചാവി കൊടുക്കുന്നതൊക്കെ ചിലര് ചെയ്യലുണ്ട്, ഇരുമ്പ് കൊടുക്കുക, അതിലൊക്കെ ഉള്ള അത് ഇടയ്ക്ക് പിന്നെ ആരെങ്കിലും ഫിക്സ് ആയിട്ട് വന്നാല് അല്ലെങ്കിൽ ഒന്ന് തലറിഞ്ഞ് വീണാലൊക്കെ പലരും ചെയ്യുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള ധാരണയിൽ ചെയ്യുന്നതാണ്. നേരെ കൊണ്ടുപോയി ഇരുമ്പിന്റെ എന്തെങ്കിലും കയ്യിൽ പിടിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ അത് എത്രത്തോളം അത് സയന്റിഫിക് ആണത്? ഓക്കെ, അത് പിന്നെ ഇതിനെ കുറിച്ച് കുറച്ചൊരു നോളജ് പറയണം തോന്നുന്നുണ്ട്. 95% അല്ലെങ്കിൽ 99% അപസ്മാരങ്ങളും 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ്, മാക്സിമം 3 മിനിറ്റിൽ വരെ ഉണ്ടാവുള്ളൂ. അപസ്മാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അപസ്മാരം എന്ന് പറഞ്ഞാല് ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഇലക്ട്രിക് ഡിസ്ചാർജ് ആണ്. അതാണ് അപസ്മാരം. അത് പല തരത്തിലും പല ടൈപ്പിലും പല കാരണങ്ങൾ കൊണ്ടും വരാം. ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് അപസ്മാരം വരാം. അവർക്ക് എന്തെങ്കിലും ഒരു സോഡിയത്തിന്റെ അളവ് ലേശം കുറഞ്ഞു പോയാൽ, ഷുഗർ ഒന്ന് കൂടി പോയാൽ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു അപസ്മാരം പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 95% അല്ലെങ്കിൽ 99% അപസ്മാരങ്ങളും 1 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 3 മിനിറ്റ് നേരൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് അത് സ്റ്റോപ്പ് ആവും. ഈ അപസ്മാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് പിന്നെ ഒരു ബ്രെയിനിനകത്ത് ഉണ്ടാകുന്ന ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഇലക്ട്രിക് ഡിസ്ചാർജ് ആണ്. അതാണ് അപസ്മാരമായിട്ട് വരുന്നത്. പല തരത്തിലും പല കാരണങ്ങൾ കൊണ്ട് വരാം. ഇപ്പൊ കുട്ടികൾ 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾ പനി കൂടിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ റെഗുലേഷൻസ് വ്യത്യാസം വരുന്നതുകൊണ്ട് പിന്നെ അപസ്മാരമായിട്ട് വരാം. അതിലൊന്നും പ്രത്യേകിച്ച് കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരില്ല. പിന്നെ അതുപോലെ അത് നോർമലായിട്ട് വലിയ പേടിക്കേണ്ടതില്ലാത്ത വിധത്തിലുള്ള ടൈപ്പ് അപസ്മാരമാണ്. പിന്നെ ചില നമുക്ക് നോർമൽ ആയിട്ടുള്ള ആളുകൾക്ക് സോഡിയത്തിന്റെ അളവ് ലേശം കുറഞ്ഞാൽ, അല്ലെങ്കിൽ ഷുഗർ ഒന്ന് കൂടിക്കഴിഞ്ഞാൽ, അല്ലെ തലപ്പൊരു അടിയേറ്റ് കഴിഞ്ഞാൽ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അപസ്മാരം ഉണ്ടാവാം. അപ്പൊ അപസ്മാരത്തിന്റെ കാരണങ്ങൾ പലതാവാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഏതത്തരം അപസ്മാരമാണെങ്കിലും മാക്സിമം 3 മിനിറ്റ് നേരത്തെ ഉണ്ടാവുള്ളൂ. അത് 5 മിനിറ്റിന് കൂടുതൽ പോകുന്ന അപസ്മാരങ്ങൾ വളരെ വളരെ റയറാണ്. അപ്പോ പലപ്പോഴും ഒന്നുകിൽ ഇതിന് അപസ്മാരം ഉണ്ടാകുന്നതോട് കൂടി പെട്ടെന്ന് തൊട്ടടുത്തുള്ള ആള് താക്കോൽ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇരുമ്പ് എടുക്കാൻ വേണ്ടി പോകും. ഒന്നുകിൽ ഇരുമ്പ് കയ്യിൽ കിട്ടും. അപ്പൊ ഇരുമ്പ് കയ്യിൽ കിട്ടി അപ്പൊ പറയാം 1 മിനിറ്റ് അപ്പോഴേക്ക് കഴിയും. അപ്പൊ ഇരുമ്പ് കയ്യിൽ കിട്ടിയത് കൊണ്ടാണ് അപസ്മാരം നിന്നത് പറയും. ചിലപ്പോ പറയും ഇരുമ്പെടുക്കാൻ പോയിട്ടേ ഉണ്ടാവും. അപ്പൊ ഇരുമ്പെടുക്കാൻ പോയത് കൊണ്ടാണ് അപസ്മാരം എന്ന് പറയും. അപ്പൊ അതിന് ഒരു ശാസ്ത്രീയമായിട്ട് അന്ധവിശ്വാസമാണ് എന്ന് തന്നെ പറയാം. 100%. അതുപോലെ തന്നെ പിന്നെ തീപ്പൊള്ളലേറ്റ തീപ്പൊള്ളൽ എന്ന് പറഞ്ഞാൽ ഫയർ തന്നെയാണെന്നല്ല. ഇപ്പൊ ഒരു ഇൻസിഡന്റ് ഉണ്ടായത്, ഒരു പാത്രത്തിൽ വെള്ളം കിച്ചണിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞു പോയിട്ടത് ആ പാത്രത്തോടാണ് ഒന്നിച്ച് കുഞ്ഞിന്റെ മേലേക്ക്, ചെറിയ കുട്ടിയാണല്ലോ, സോഫ്റ്റ് സ്കിന്നാണോ, ഒന്നിച്ച് പോയി. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടത്? ഇതിലൊക്കെ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതിനപ്പുറം എന്തൊക്കെ ചെയ്യരുത് എന്ന് പറയുന്നതായിരിക്കും പ്രാധാന്യം. അതില് പിന്നെ ഈ അടുക്കളയിൽ വെച്ചാണ് ഈ ഇത്തരം തീപ്പൊള്ളലുകൾ ഉണ്ടാകുന്നത്. അപ്പം ഒന്നെങ്കിൽ ചായപ്പൊടി, ഗ്രീസ്, ഇനി വല്ല വേറെ പണിസ്ഥലത്താണെങ്കിൽ ഗ്രീസ്, പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ആളുകൾ അവിടെ വെക്കുന്നത്. അവിടെ മഞ്ഞൾ പോലെയുള്ള സാധനങ്ങളൊക്കെ ബേൺസിന്റെ സൈഡിൽ ആളുകൾ തേക്കുന്നത് കാണാറുണ്ട്. അത് കൂടുതൽ പിന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കൂടുതൽ പിന്നെ അതിന്റെ ഡാമേജ് കൂടുതലാവാനുള്ള സാധ്യതകളാണ് കൂടുതൽ. അപ്പൊ അതില് പിന്നെ ബേൺസ് ഉണ്ടായി കഴിഞ്ഞാല് അതിന് നമ്മള് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം
സീൻ സേഫ്റ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നേരത്തെ പറഞ്ഞതുപോലെ ഫർദർ ഡാമേജ് രക്ഷിക്കാൻ പോകുന്ന നമുക്കോ അല്ലെങ്കിൽ ആ ഓൾറെഡി വിക്ടിം ആയിട്ടുള്ള ആൾക്കോ ഉണ്ടാവാൻ പാടില്ല. അത് തീ അണയ്ക്കാനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ചെയ്യുക. പിന്നെ അതിൽ ചുടുവെള്ളം പോലെയുള്ള ചുടുവെള്ളം പോലെയുള്ള ബേൺസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വ്യത്യസ്ത ഗ്രേഡുകളായിട്ട്, ഗ്രേഡ് 1 എന്ന് പറഞ്ഞാൽ പിന്നെ തൊലിപ്പുറത്ത് മാത്രമുള്ള ചെറിയ ആവിയൊക്കെ പറ്റിയിട്ടുണ്ടാകുന്ന ചൂട്. ഗ്രേഡ് 2 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി താഴേക്ക് പോയിട്ട് പിന്നെ കുമിളകളൊക്കെ ആയിട്ടുണ്ടാകും. ഗ്രേഡ് 3 എന്ന് പറഞ്ഞാൽ ആ സ്കിന്ന് കംപ്ലീറ്റ് ബേൺ ആകുന്ന അവസ്ഥ. ഗ്രേഡ് 4 എന്ന് പറഞ്ഞാൽ ആ പിന്നെ മസില് ബോണൊക്കെ കത്തിക്കരിഞ്ഞു പോകുന്ന ഒരവസ്ഥ. അത് ഗ്രേഡുകളായി തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഗ്രികൾ അല്ലെങ്കിൽ ഡിഗ്രികളായി തിരിച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ ബേൺസ് ഉണ്ടാകുന്ന സമയത്ത് അത് പെർസെന്റേജ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. എത്ര ശതമാനത്തിൽ കൂടുതലാണെങ്കിൽ അത് മേജർ ബേൺ, കുട്ടികളിലാണെങ്കിൽ 10% കൂടുതലാണെങ്കിൽ അത് മേജർ ബേൺ ആയിട്ട് പറയാം. ശതമാനത്തിന്റെ കണക്ക് പ്രകാരമാണ് ആ ബേൺസിന്റെ പിന്നെ സിവിയറിറ്റി നമ്മൾ അസസ് ചെയ്യുന്നത്. ഇപ്പൊ നല്ല ബേൺ സർജറികളും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ സ്കിന്ന്, പിന്നെ മെംബ്രെയിൻ തെറാപ്പി, കൊളാജൻ പോലെയുള്ള പുതിയ സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ നല്ലൊരു ശതമാനം ബേൺസ് വരെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ബേൺസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇത്തരം നേരത്തെ പറഞ്ഞ ചായപ്പൊടി പിന്നെ പേസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. രണ്ടാമത്തത് ആ ഭാഗം നോർമൽ, ചില ആളുകളോട് ഐസ് വെച്ച് കൊടുക്കുന്നത് കാണാറുണ്ട്. നോർമൽ ടാപ്പ് വാട്ടർ, റണ്ണിങ് വാട്ടറിലാണ് അത് വാഷ് ചെയ്യുന്നത്. കുറെ സമയം ഈ ഭാഗം നമ്മളുടെ പിന്നെ കയ്യിലാണ് കൊള്ളരുതെങ്കിൽ കൈ പിന്നെ പൈപ്പ് തുറന്നിട്ടിട്ട് കുറെ സമയം വാഷ് ചെയ്യുക എന്നുള്ള, ആ നോർമൽ വെള്ളത്തിൽ റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടുള്ള പ്രശ്നം. സാധാരണ പൊള്ളല് കുറച്ചുകൂടെ ഡെപ്ത് ഉണ്ടെങ്കിൽ, ഞാനൊരു എക്സ്പീരിയൻസ് പറയാം. ഒരു ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റി നിൽക്കുമ്പോൾ ഒരു കുട്ടിയെ കൊണ്ടുവന്നു. ആ കുട്ടിയുടെ ബോഡിയിൽ പൊള്ളലേറ്റ ഭാഗത്ത് ആരോ നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്തത് പൊളിച്ചെടുക്കുകയാണ്. അത് ആർത്ത് കരയാണ്. അങ്ങനെ ആ സ്കിന്നിൽ ഒട്ടിപ്പിടിച്ചു പോയി ക്ലോത്ത്. അത് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ നനഞ്ഞ തുണിയിൽ പിന്നെ കവർ ചെയ്ത് കൊണ്ടുവരാനൊക്കെ പലരും ശ്രമിക്കും. ആ ഒരു റിഫ്ലക്സിൽ പലരും ചെയ്തു. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വീണ്ടും ഡാമേജിങ് അവർക്ക് ചെയ്യും. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും. അതുപോലെ ഷോക്ക് അടിച്ച് വീഴുന്നത്, അത് രണ്ട് അവസ്ഥയിൽ ബോധം കെട്ട് കിടക്കുന്നുണ്ടാവും, ഇനി ഷോക്ക് അടിച്ച ആളുകൾ ഉണ്ടാവും. അപ്പൊ അത് എന്താണ് ഷോക്ക് അടിക്കുമ്പോൾ ഫസ്റ്റ് ട്രീറ്റ്മെന്റ്? എമർജൻസീസിലൊക്കെ ഏറ്റവും പ്രധാനമായിട്ടും പിന്നെ പ്രഥമമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം സീൻ സേഫ്റ്റി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരാള് ഷോക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തതിനു ശേഷം മാത്രമേ അടുത്ത ആള് അവരെ രക്ഷിക്കാൻ വേണ്ടി പോകാൻ പാടുള്ളൂ. ആ കാര്യം ഉറപ്പുവരുത്തണം. അവിടെ ഇലക്ട്രിക് കണക്ഷൻ ഡിസ്കണക്റ്റഡ് ആയിട്ട് ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ രണ്ടാമതൊരാൾക്ക് കൂടി അത് ഹാം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തത് പിന്നെ ആ ഒരു ഇലക്ട്രിക് ഡിസ്ചാർജ്, ഇലക്ട്രിക് കറണ്ട് ഹാർട്ടിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോ അങ്ങനെയാണ് ഹാർട്ട് നിന്ന് പോകുന്നതും പിന്നെ ഹാർട്ടിന്റെ താളം തെറ്റുന്നതും ഒക്കെ സംഭവിക്കുന്നത്. ഒരു എൻട്രി കൊണ്ട് ഉണ്ടാവാം, ഒരു എക്സിറ്റ് കൊണ്ട് ഉണ്ടാവാം. അപ്പൊ അതിൽ ചെയ്യേണ്ടത് ആളുടെ ബോധം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ബോധം ഇല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ആ നെഞ്ചിൽ ശക്തമായിട്ട് അമർത്തിയിട്ട് ബോധം ഉണ്ടാക്കാനുള്ള പിന്നെ ഹാർട്ട് പ്രവർത്തിപ്പിക്കാനുള്ള പണികൾ ഒരു ഭാഗത്ത് ചെയ്യുന്നതോടൊപ്പം പിന്നെ രണ്ടാമത് പിന്നെ ബോധം ഉള്ളതെന്ന് വിചാരിക്കുക. ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. എന്നിട്ട് വേറെ എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ട് കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്താണ് വേണ്ടത്. അപ്പൊ ഈ CPR അല്ലെങ്കിൽ പിന്നെ അത് കൊടുക്കേണ്ട സമയം ഈ സ്വിമ്മിങ്, അതായത് വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ലെൻസിൽ വെള്ളം വരുന്ന സമയത്ത്, അതുപോലെ ഇലക്ട്രിക്, ഈ രണ്ട് കാര്യത്തിലാണ് ഇത് കൊടുക്കേണ്ടത്? അല്ല, ഏത് കാര്യം കൊണ്ടാണെങ്കിലും ഹാർട്ട് നിന്ന് പോയിട്ടുണ്ട് അത് നമ്മള് പിന്നെ ഒരു വേറെ സെഷൻ ആയിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ഒരാൾക്ക് ബോധമില്ല, ആൾക്ക് പൾസ് ഇല്ല, അല്ലെങ്കിൽ ആളുടെ ശ്വാസം എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഹാർട്ട് നിന്ന് പോയിരിക്കുന്നു. ഹാർട്ട് നിൽക്കാനുള്ള കാരണം ഒരുപക്ഷെ സ്വിമ്മിങ് ആയി പിന്നെ വെള്ളത്തിൽ മുങ്ങിയതായിരിക്കാം, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ വിഷം ഉള്ളിലെത്തിയിട്ടാവാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഹാർട്ട് നിന്ന് പോയതിനെ കറണ്ട് അടിച്ചിട്ടാവാം. വ്യക്തമായിട്ട് അമർത്തുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് CPR. അവിടെയും ഹാർട്ട് നിന്ന് പോയാലും ഡെത്ത് സംഭവിച്ചിട്ടില്ല അല്ലെ? അങ്ങനെയല്ലേ അതിന് അല്ലെ? അപ്പൊ ഒരാളെ പൾസ് ഇല്ലെങ്കിലും ഹാർട്ട് നിന്ന് പോയിട്ടില്ലെങ്കിലും നിന്നാലും അയാളിൽ ഒരുപക്ഷെ മേബി ജീവൻ ഉണ്ടാവാം. അതായത് ഹാർട്ട് നിന്ന് പോകുന്നതോടുകൂടി ഹാർട്ടിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, ഇൻക്ലൂഡിങ് ഹാർട്ടിലേക്ക് തന്നെയും അതുപോലെ തന്നെ ബ്രെയിനിലേക്കും വിവിധ ഭാഗങ്ങളിലേക്കും രക്തം എത്തിക്കുക എന്നുള്ള, പമ്പ് ചെയ്യുക എന്നുള്ള പണിയാണ് ഹാർട്ട് ചെയ്യുന്നത്. ഹാർട്ട് കൃത്യമായിട്ട് ഒരു മിനിറ്റിൽ 60 മുതൽ 100 പ്രാവശ്യം ഒരു പ്രത്യേകമായ താളത്തിൽ ഹാർട്ട് ഇങ്ങനെ പ്രവർത്തിക്കും. അപ്പൊ ഈ ഹാർട്ടിന്റെ പ്രവർത്തനം നിൽക്കുന്നതോടുകൂടി, അല്ലെങ്കിൽ പമ്പ് ചെയ്യപ്പെടാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഹാർട്ട് ഇങ്ങനെ 60-100 പ്രാവശ്യം അടിക്കുന്നതിന് പകരം 500-600 പ്രാവശ്യം ഹാർട്ട് അടിച്ചു കഴിഞ്ഞാലും
പിന്നെ ഈ പമ്പിങ് നടക്കില്ല. പമ്പിങ് നടക്കാത്തതോടുകൂടി ഹാർട്ടിലേക്കും അതുപോലെ തന്നെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള രക്തോട്ടം നിർത്തും. രക്തോട്ടം നിർത്തുന്നതോടുകൂടി ശരീരം മരണത്തിന് വിധേയമാകും. അങ്ങനെ കുറച്ച് സമയം നിന്ന് കഴിഞ്ഞാൽ അതുപോലെ തന്നെ തലച്ചോറിലേക്കൊക്കെ ഉള്ള രക്തോട്ടം ഇത് കഴിയുകയാണെങ്കിൽ നമ്മൾ നെഞ്ചിലേക്ക് ശക്തമായിട്ട് CPR കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഹാർട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. ഹാർട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പിന്നെ ഹാർട്ടിന്റെ പ്രവർത്തനം അത് റീസ്റ്റാർട്ട് ചെയ്യുകയും അങ്ങനെ ജീവൻ നിലനിർത്താൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും ഹാർട്ടിൽ നിന്ന് പോയിട്ട് മരണത്തിൽ കലാശിക്കുകയും ചെയ്യും. ഈ അടുത്ത കാലത്ത് കേൾക്കുന്ന ഒരു സംഭവമാണ് ഈ ബ്രെയിൻ ഡെത്ത് എന്ന്. ഈ ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞാല് ബ്രെയിനിന്റെ ഒരുപക്ഷെ ഹാർട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും, പക്ഷെ ബ്രെയിനിന്റെ സുപ്രധാനമായിട്ടുള്ള ഏരിയകളിലേക്ക് നമ്മളൊരാള് ഹാർട്ട് നിന്ന് പോയി കഴിഞ്ഞാൽ വെന്റിലേറ്റർ ഘടിപ്പിച്ച ആളെ സപ്പോർട്ട് ചെയ്ത് നിർത്തുമ്പോൾ ഓക്സിജൻ ഒക്കെ കൊടുത്ത് ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ നിന്ന് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആള് ജീവിതത്തിലേക്ക് ഒരിക്കൽ പോലും തിരിച്ചു വരില്ല എന്ന് സയന്റിഫിക് ബോഡി, ന്യൂറോളജിസ്റ്റും ഒക്കെ അടങ്ങുന്ന ബോഡി ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അത് ബ്രെയിൻ ഡെത്ത് ആയി കഴിഞ്ഞാൽ ഒരിക്കൽ പോലും തിരിച്ചു വരില്ല. അങ്ങനത്തെ ഒരു സമയത്ത് നമുക്ക് വെന്റിലേറ്റർ ഒക്കെ ഡിസ്കണക്ട് ചെയ്യുകയും നിമിഷങ്ങൾക്കകം ആള് മരണത്തിന് വിധേയമാകുകയും ചെയ്യും. ഓക്കെ, ഏതായാലും അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ. പാമ്പ് കടി അടുത്ത കാലത്ത് വിവാദമായിട്ടുള്ള ഒരു സംഭവം കൂടിയാണ്. പാമ്പ് കടി ഏറ്റുകഴിഞ്ഞാൽ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? പലപ്പോഴും അറിയില്ല, ഇത് പാമ്പാണോ കടിച്ചതെന്ന് പോലും അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടത്? അതും നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെ ചെയ്യാൻ പാടില്ല കൂടുതൽ നന്നാവുക, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. പാമ്പ് കടിയെ കുറിച്ചുള്ള ഒരു ഡാറ്റ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം ഇന്ത്യയിൽ 50,000 മുതൽ 75,000 ആളുകൾ പാമ്പ് കടിയേറ്റ് മരിക്കുന്നു. അതൊരു ഫാക്റ്റാണ്. രണ്ടാമതൊരു ഫാക്ട്, 100%-ലധികം ഇന്ത്യയിൽ കാണുന്ന പാമ്പുകളും വിഷമില്ലാത്ത പാമ്പുകളാണ്. 90%-ലധികം പാമ്പുകൾ. ഈ 10% പാമ്പുകൾ മാത്രമാണ് വിഷമുള്ള പാമ്പുകളായിട്ടുള്ളത്. പക്ഷെ ഈ വിഷമുള്ള പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ അത് ഐഡന്റിഫൈ ചെയ്യുകയും കൃത്യമായിട്ട് ചികിത്സ കൊടുക്കുകയും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ മരണത്തിലേക്ക് എത്തുന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അത് കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുക്കുകയാണ് അതിന് വേണ്ടത്. അപ്പൊ ആദ്യം തന്നെ ഒരു പാമ്പ് കടി ഏറ്റാളെ റീഅഷ്യൂർ ചെയ്യാനുള്ള, അവരെ പേടിപ്പിക്കാതിരിക്കും. ഇങ്ങനെ ഒരു പാമ്പ് കടി, മരണം ഇത്തരം കാര്യങ്ങളിൽ ആള് വല്ലാതെ പേടിക്കുന്നതോടുകൂടി ബ്ലഡിന്റെ സർക്കുലേഷൻ കൂടുകയും ആ വിഷം അവിടെ നിന്ന് കടിച്ച ഭാഗത്തു നിന്നുള്ള ഹാർട്ടിലേക്കും വിവിധ ഭാഗങ്ങളിലേക്കും എത്രയും പെട്ടെന്ന് എത്താനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തത് ഇങ്ങനെ എത്തിക്കഴിഞ്ഞാല് ഒരു പാമ്പ് കടിച്ചു കഴിഞ്ഞാല് പലരും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആളുകൾ പേടിപ്പിക്കാൻ പാടില്ല. രണ്ടാമത്തത് ആ പാമ്പ് കടി ഏറ്റ ഭാഗത്ത് ആളുകൾ മുറിവുണ്ടാക്കുക, അവിടെയുള്ള രക്തം തടയുക, അതുപോലെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ പാമ്പ് കടിയുടെ ഏറ്റത്തിന്റെ തൊട്ടടുത്ത് ശക്തമായിട്ട് കെട്ടുക. അങ്ങനെ കെട്ടുന്ന സമയത്ത് മുറുക്കി കെട്ടുന്നതോടുകൂടി അവിടെയുള്ള രക്തോട്ടം എത്തുകയും അങ്ങനെ അത് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ കുറെ ആളുകൾ ഒരാളെ പാമ്പ് കടിച്ചാല് അയാളെ നോക്കാതെ പാമ്പിനെ പിടിക്കാൻ വേണ്ടി ആളുകളെല്ലാവരും കൂടെ പിടിച്ചിട്ട് നോക്കിയിട്ട് അടുത്താകും കൂടി പാമ്പ് കടി ഏൽക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഈ പാമ്പിനെ പിടിച്ചിട്ടാണ് പലപ്പോഴും ഹോസ്പിറ്റലിലേക്ക് വരികയും ചെയ്യും. അപ്പൊ നമ്മുടെ നാട്ടിൽ കാണുന്ന വിഷമുള്ള പാമ്പുകൾ ഒന്ന് മൂർഖൻ അഥവാ കോബ്ര എന്ന് പറയും. രണ്ടാമത്തത് അണലി വർഗത്തിൽപ്പെട്ട 2 തരം പാമ്പുകൾ, ക്രൈറ്റ് അഥവാ വെള്ളിക്കെട്ടൻ എന്നൊക്കെ പറയുന്ന വളവളപ്പ് എന്നൊക്കെ നമ്മുടെ നാടുകളിൽ പറയുന്ന ഇതൊക്കെയാണ് സാധാരണ ഗതിയിൽ വിഷമുള്ള പാമ്പുകൾ. പലപ്പോഴും ആളുകൾ ഹോസ്പിറ്റലിൽ വരാറുള്ളത് ഒരു വടി തട്ടിപ്പോയിട്ട് പാമ്പാണോ എന്ന് സംശയം, അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞാൽ ഒരു കുത്ത് കാണുന്നുണ്ട്, ഒരു അരമണിക്കൂർ കഴിഞ്ഞ സമയത്ത് ഇതിൽ പാമ്പ് പോകുന്നത് കണ്ടു. അപ്പൊ ഏത് തരം ബൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ആന്റി വെനമാണ്, ആന്റി സ്നേക്ക് വെനം എന്ന് പറയുന്നത്. ഏത് പാമ്പാണെങ്കിലും, അതായത് നമ്മുടെ പാമ്പിനെ പിടിക്കാൻ പോയതെന്ന് പറയാൻ കാരണം അതാണ്. ഏത് പാമ്പാണെങ്കിലും ട്രീറ്റ്മെന്റ് സെയിം ആണ്. അതിൽ ശീലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പാമ്പ് പിടിയന്മാരല്ലാത്ത ആൾക്കാരെ പിടിക്കാൻ പോയാൽ കൂടുതൽ പാമ്പ് കടി ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോ ആ ഒരു കാര്യം പ്രധാനമാണ്. അപ്പോ ആന്റി സ്നേക്ക് വെനമാണ് അതിന്റെ ട്രീറ്റ്മെന്റ്. ആന്റി സ്നേക്ക് വെനം ഏത് പാമ്പിനാണെന്നുണ്ടെങ്കിലും ആ ഒരു മറുമരുന്നാണ് നമുക്ക് കൊടുക്കാനുള്ളത്.
അപ്പൊ ഇത് എല്ലാത്തിനും കൊടുക്കോ? ഇല്ല. ഡ്രൈ ബൈറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഒരു പാമ്പ് ഇര തേടിയതിനു ശേഷമാണ് നമ്മളെ കടിക്കുന്നതെങ്കിൽ ആ പാമ്പ് കടി നമുക്ക് വിഷം ഉണ്ടാവുകയില്ല. അതുപോലെ വിഷമില്ലാത്ത പാമ്പ് 90% പാമ്പുകളും വിഷമില്ലാത്ത തരം പാമ്പുകളാണ്. അപ്പൊ അത് കടിച്ചു കഴിഞ്ഞാലും പ്രശ്നമില്ല. അപ്പൊ വിഷമുള്ള പാമ്പ് വിഷം കയറിക്കഴിഞ്ഞാൽ സയൻസ് ഓഫ് എൻവെനവേഷൻ എന്ന് പറയും. വിഷം കയറിയ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ ഒരു മരുന്ന് കൊടുക്കുക. ഈ മരുന്ന് ഫലപ്രദമായിട്ടുള്ള മരുന്നാണ്. അതൊരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ പ്രകാരം നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകളുടെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ട് 15 വയസ്സായ കുട്ടി, കണ്ണൂർ ഭാഗത്തു നിന്നുള്ള ഒരു കുട്ടി, പിന്നെ ഇതുപോലെ തന്നെ സ്നേക് ബൈറ്റ് വന്നതിന് ശേഷം പല വിഷവൈദ്യന്മാരടുത്തൊക്കെ പോയിട്ട് അൺസയന്റിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് സമയം വൈകി അങ്ങനെ മരണപ്പെടുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇത് വളരെ കുറഞ്ഞ തരം പാമ്പുകൾ മാത്രമല്ല, 10% പാമ്പുകൾ മാത്രമേ വിഷമുള്ളതുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ചികിത്സ ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ മരണനിരക്ക് വളരെ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇപ്പോ ആളുകൾക്ക് പലപ്പോഴും ഇതിന് കോസ്റ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിന്റെ ട്രീറ്റ്മെന്റ് ICU രീതിയിൽ ട്രീറ്റ്മെന്റ് ചെയ്യുക. പക്ഷേ നമ്മുടെ കേരള വൈൽഡ് ലൈഫ് ആക്ട് പ്രകാരം ഒരു പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ അതിന്റെ ചികിത്സ നമുക്ക് പണം റീഇംബേഴ്സ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടെന്നുള്ളത് പബ്ലിക്കിന്, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അറിയില്ല. അതൊരു അക്ഷയ മുഖാന്തരം നമ്മൾ അത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ചെലവായിട്ടുള്ള പണം ഹോസ്പിറ്റലിൽ, ഏത് ഹോസ്പിറ്റലാണ്, പ്രൈവറ്റ് ആയാലും പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലാണെങ്കിലും പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ അതിന്റെ ട്രീറ്റ്മെന്റ് നമുക്ക് സർക്കാർ അത് റീഇംബേഴ്സ് ചെയ്യുന്ന ഒരു കാര്യം കൂടി ഇതിൽ ഉണ്ട്. അത് ഒരു പുതിയ ഇൻഫർമേഷൻ ആണ്. ഏതായാലും ഡോക്ടറുടെ നല്ലൊരു സമയം, ഒരു അപകടാവസ്ഥയിലുള്ള ഒരു പേഷ്യന്റ്, അത് ഏത് അവസ്ഥയിലാവട്ടെ, ഡോക്ടറുടെ അടുത്തെത്തുന്ന വരെയുള്ള ഫസ്റ്റ് എയ്ഡിന്റെ ഒരുവിധം ഏരിയയിലൊക്കെ കവർ ചെയ്തുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റി. വളരെ നല്ല രീതിയിൽ ഡോക്ടർ പറഞ്ഞു. അതിലപ്പുറം ഡോക്ടറുടെ സമയം, നമ്മുടെ ഈ ഡിസ്കഷന്റെ ഇടയിൽ തന്നെ ഒരുപാട് കോൾസ് വന്നു. അത്രയും വിലപ്പെട്ട സമയം ഇതിനു വേണ്ടി മാറ്റിവെച്ചതിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.